ഹായ് ഹലോ വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി. KSEB വർക്കറിന്റെ കൺഫർമേഷനും ഏറ്റവും പുതിയ സിലബസും വന്നിരിക്കുകയാണ്. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. കൺഫർമേഷൻ കൊടുക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ജൂലൈ 12 ജൂലൈ 12 കൺഫർമേഷൻ കൊടുക്കേണ്ട അവസാന തീയതി. നിങ്ങൾ ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കൺഫർമേഷൻ കൊടുക്കുക. മാറ്റി വെക്കരുത്. കൺഫർമേഷൻ കൊടുക്കാൻ മറന്നു പോയിട്ട് എക്സാം എഴുതാൻ പറ്റാത്ത ഒരുപാട് പേരെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കൺഫർമേഷൻ കൊടുക്കുക. എക്സാം ഡേറ്റ് വരുന്നത് നോക്കി, സെപ്റ്റംബർ 30 എക്സാം ഡേറ്റ് വരുന്നത്. സെപ്റ്റംബർ 30 എക്സാം ഡേറ്റ് വരുന്നത്. നമുക്ക് ഇപ്പൊ ഇത് ജൂൺ ആണ് അല്ലെ, നമ്മൾ ജൂൺ അങ്ങ് മാറ്റാം അല്ലെ. ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ കൃത്യമായിട്ട് പറഞ്ഞാൽ 3 മാസം 3 months അല്ലെ നമുക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ മുന്നിലുണ്ട്. കണ്ടോ, 3 മാസം ഉണ്ട് നമുക്കിനി പഠിക്കാൻ. ഈ 3 മാസം നിങ്ങൾ കൃത്യമായിട്ട് അടിപൊളിയായിട്ട് മാസ്റ്റർ കി അക്കാഡമിയുടെ കൂടെ നിന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലി കിട്ടുമെന്ന് ഞങ്ങൾ ഉറപ്പ് നൽകാം. അത് മാസ്റ്റർ കിക്ക് മാത്രം തരാൻ പറ്റുന്ന ഉറപ്പാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ഈ 3 മാസം ഞങ്ങളോടൊപ്പം നിങ്ങൾ നിന്ന് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ജോലി നിങ്ങൾക്ക് കിട്ടിയിരിക്കും, ഷുവറാണ്. ഇനി നോക്കിയേ, വേക്കൻസി നോക്കുക. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ആ വേക്കൻസിയും ആപ്ലിക്കൻസും തമ്മിലുള്ള ആ ഒരു അന്തരം നോക്കിയേ. 29,363 പേരാണ് ഇത്രയും ആപ്ലിക്കേഷൻ അയച്ചിരിക്കുന്നത്. ഇതിൽ എത്ര പേര് കൺഫർമേഷൻ കൊടുക്കും നമുക്ക് അറിയത്തില്ല. 29,363 ആപ്ലിക്കേഷനാണ് വന്നിരിക്കുന്നത്. വളരെ കുറഞ്ഞ ആപ്ലിക്കേഷൻ്റെ എണ്ണമാണത്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഈ എണ്ണത്തിൽ നിന്ന് 985 ഏകദേശം 1000 എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ എഴുതി വെച്ചോ, ഒരു 2000 മുകളിൽ ഇത് കൃത്യമായിട്ട് ജോലി നിയമനം ലഭിക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് KSEB വർക്കർ. കാര്യം അതിൻ്റെ ഒരു വീഡിയോ നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. KSEBയിൽ ഇപ്പോൾ വർക്കറിൻ്റെ ക്ഷാമമാണ്, അവിടെ ജോലിക്കാരില്ല, എല്ലാവരും റിട്ടയർ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ അവിടെ അത്രയും വേക്കൻസി നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇപ്പോഴത്തെയാണ് ഈ 985 പറയുന്നതെങ്കിലും 3 വർഷം കൊണ്ട് ഒരു 2000 മുകളിൽ ആളുകളെ എന്ത് ചെയ്തിരിക്കും, പോസ്റ്റ് ചെയ്തിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. നോക്കിയേ, 29,363 പേരിൽ നിന്നാണ് 1000 പേരെ അല്ലെ 2000 പേരെ എന്ത് ചെയ്യുന്നത്, ജോലിക്ക് നിയമിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുക, ഒരു ജനറൽ PSCയിൽ എത്രയാണ്, 3-4 ലക്ഷം ആളുകളാണ് ആപ്ലിക്കൻസ് ആയിട്ട് വരുന്നത്. അതിൽ നിന്നായിരിക്കും ഒരു 1000 പേരെയൊക്കെ എടുക്കുന്നത്. അത് വെച്ച് നോക്കാനാണ് ഇതിൻ്റെ പ്രോബബിലിറ്റി. നോക്കി, ഈ ഒരു എക്സാം നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത തന്നെ വളരെ വളരെ കൂടുതലാണ്. മനസ്സിലായോ? അപ്പൊ അത് കൃത്യമായിട്ട് ഈ ഒരു 3 മാസം കൊണ്ട് മാസ്റ്റർ കി അക്കാഡമിയുടെ കൂടെ നിങ്ങൾ നിന്ന് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ജോലി കിട്ടുമെന്ന് സംശയമില്ലാതെ തന്നെ നമുക്ക് പറയാൻ കഴിയുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ആ സിലബസ് ഒന്ന് അനലൈസ് ചെയ്യാം. നോക്കി, അപ്പൊ KSEB വർക്കറിന്റെ ഡീറ്റെയിൽഡ് സിലബസ് ആണ് ഈ പറയുന്നത്. ഓൾറെഡി നമ്മൾ സിലബസിന്റെ ഒരു വീഡിയോ ചെയ്തതാണ്. ആ സിലബസിൽ നിന്നും വലിയ മാറ്റങ്ങളൊന്നും ഇതിനുണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. കാര്യം നമ്മൾ ഈ സിലബസ് ഫോളോ ചെയ്തുകൊണ്ടാണ് മാസ്റ്റർ കി അക്കാഡമിയിലെ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ അതിൻ്റെ അകത്ത് ഒരു മാറ്റവും ഇല്ലാതെ തന്നെ അതേ സിലബസ് തന്നെയാണ്, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത സിലബസ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ മൊഡ്യൂൾ 1 നോക്കുക, 10 മൊഡ്യൂളാണുള്ളത്. 10 മൊഡ്യൂളിൽ നിന്നും 100 മാർക്കിനാണ് എക്സാം വരുന്നത്. ഓരോ മൊഡ്യൂളിൽ നിന്നും 10 മാർക്കിന് വീതമാണ്. ആ ഫസ്റ്റ് മൊഡ്യൂൾ നോക്കി, ബേസിക് ഇലക്ട്രിസിറ്റി ആണ്. അതിൻ്റെ അകത്ത് ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി, ഫ്ലെക്സ് ആൻഡ് സോൾഡറിംഗ് ടെക്നിക്ക്, പ്രോപ്പർട്ടി ഓഫ് റെസിസ്റ്റൻസ്, കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ, ടൈപ്സ് ഓഫ് വയർസ് ആൻഡ് കേബിൾസ്. അതാണ് ബേസിക് ഇലക്ട്രിസിറ്റി ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നും വരുന്നത്. അടുത്ത രണ്ടാമത്തെ മൊഡ്യൂളാണ്. രണ്ടാമത്തെ മൊഡ്യൂൾ ഓംസ് ലോ ആണ്. ഓംസ് ലോ വരുന്നുണ്ട്. അതുപോലെ തന്നെ കിർച്ചോഫ്സ് ലോ ഉണ്ട്. അതുപോലെ തന്നെ എഫക്ട്സ് ഓഫ് വേരിയേഷൻ ഓഫ് ടെമ്പറേച്ചർ ഓൺ റെസിസ്റ്റൻസ്, chemical effect of electric current, loss of resistance, different types of cells, grouping of cells, care and maintenance of cell, buckling, sedimentation തുടങ്ങിയ ടോപ്പിക്കുകളാണ് രണ്ടാമത്തെ മൊഡ്യൂളായ ഓംസ് ലോയിൽ നിന്നും വരുന്നത്. അടുത്ത 3ാമത്തെ മൊഡ്യൂൾ നോക്കി, മാഗ്നറ്റിസം ആണ് 3ാമത്തെ മൊഡ്യൂൾ. അതിൻ്റെ അകത്ത് നിന്നും കൃത്യമായിട്ട് വരുന്ന ടോപ്പിക്കുകൾ നോക്കി, വളരെ കുറച്ച് ടോപ്പിക്കുകളാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, പാരാ, ഡയ ആൻഡ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ, ഇലക്ട്രോമാഗ്നറ്റിസം, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് റൂള്, MMF, ഫ്ലെക്സ് ഡെൻസിറ്റി, റിലക്റ്റൻസ്, ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ലെൻസ് ലോ,
കപ്പാസിറ്റർ, ടൈപ്സ് ആൻഡ് ഫങ്ഷൻസ് തുടങ്ങിയ ടോപ്പിക്കുകളാണ് മൂന്നാമത്തെ മൊഡ്യൂൾ മാഗ്നറ്റിസത്തിൽ നിന്ന് വരുന്നത്. നാലാമത്തെ മൊഡ്യൂൾ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആൻഡ് എർത്തിങ് അല്ലെ. ആൾട്ടർനേറ്റിംഗ് കറണ്ട്, എർത്തിങ്, ടൈപ്സ് ഓഫ് വയറിംഗ് ബോത്ത് ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ, ഗ്രേഡിംഗ് ഓഫ് കേബിൾ ആൻഡ് വയേഴ്സ്, കറണ്ട് റേറ്റിംഗ്, ടെസ്റ്റിംഗ് ഓഫ് ഇൻസ്റ്റലേഷൻ ബൈ മെഗർ തുടങ്ങിയ ടോപ്പിക്കുകളാണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആൻഡ് എർത്തിങ്ങിൽ നിന്നും വരുന്നത്. അടുത്ത മൊഡ്യൂൾ 5 എന്താണ്? ഡി സി മെഷീൻ ആണ്. ഡി സി ജനറേറ്റേഴ്സ് ആൻഡ് ടൈപ്പ്, EMF ഇക്വേഷൻ, ഡിസ്ക്രിപ്ഷൻ ഓഫ് സീരീസ്, ഷണ്ട് ആൻഡ് കോമ്പൗണ്ട് ജനറേറ്റർ തുടങ്ങിയ ടോപ്പിക്കുകളാണ് മൊഡ്യൂൾ 5 നിന്നും വരുന്നത്. മൊഡ്യൂൾ 5 നിന്നും വേറെ ടോപ്പിക് ഉണ്ട്. ഡി സി മോട്ടോഴ്സ് ആൻഡ് ടൈപ്പ് ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റാർട്ടേഴ്സ് 3 പോയിന്റ്, 4 പോയിന്റ് ആൻഡ് സ്പീഡ് കൺട്രോൾ മെഷീൻ വരുന്നുണ്ട്. മൊഡ്യൂൾ 6 എന്താണ്? AC മോട്ടോഴ്സ് സിംഗിൾ ആൻഡ് 3 ഫേസ് ആണ് മൊഡ്യൂൾ 6 വരുന്നത്. AC മോട്ടോഴ്സ് ആൻഡ് സ്റ്റാർട്ടേഴ്സ് സിംഗിൾ ഫേസ് ആൻഡ് 3 ഫേസ്, DAL, അതുപോലെ തന്നെ സ്റ്റാർ ഡെൽറ്റ, സ്ലിപ്പ് റിംഗ് മോട്ടോർ സ്റ്റാർട്ടർ, ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ, AC മോട്ടോർ പാനൽ വയറിംഗ്, ഫേസ് സീക്വൻസ് തുടങ്ങിയ ടോപ്പിക്കുകളാണ് മൊഡ്യൂൾ 6 നിന്നും വരുന്നത്. അടുത്ത മൊഡ്യൂൾ 7 നോക്കാം. മൊഡ്യൂൾ 7 എന്താണ്? ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ് ആണ്. മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, ഇൻഡിക്കേഷൻ ടൈപ്പ് ആൻഡ് ഡിഫ്ലക്റ്റിംഗ് ടൈപ്സ്, കൺട്രോളിംഗ് ടോർക്ക് ആൻഡ് അതുപോലെ തന്നെ ഡാമ്പിംഗ് ടോർക്ക്, ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമേഴ്സ്, EMF ഇക്വേഷൻ ഓഫ് ട്രാൻസ്ഫോമേഴ്സ്, പാരലൽ ഓപ്പറേഷൻ ഓഫ് ട്രാൻസ്ഫോമേഴ്സ്, കൂളിംഗ്, പ്രൊട്ടക്റ്റീവ് ഡിവൈസ് തുടങ്ങിയ ടോപ്പിക്കുകളാണ് 7ാമത്തെ മൊഡ്യൂളായ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സിൽ നിന്നും വരുന്നത്. അടുത്ത 8ാമത്തെ മൊഡ്യൂൾ നോക്കി. 8ാമത്തെ മൊഡ്യൂൾ എന്താണ്? ഇലൂമിനേഷൻ ആൻഡ് ബേസിക് ഇലക്ട്രോണിക്സ് ആണ്. അതിൻ്റെ അകത്ത് ഇലൂമിനേഷൻ, ലോസ് ഓഫ് ഇലൂമിനേഷൻ, ടൈപ്സ് ഓഫ് ലാമ്പ്, ഡൊമസ്റ്റിക് അപ്ലയൻസസ്, സെമി കണ്ടക്ടർ, P ടൈപ്പ്, N ടൈപ്പ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡയോഡ്, റെക്ടിഫയർ, ട്രാൻസിസ്റ്റർ തുടങ്ങിയ ടോപ്പിക്കുകളാണ് മൊഡ്യൂൾ 8 വരുന്നത്. മൊഡ്യൂൾ 9 പവർ ജനറേഷൻ ആണ്. ജനറേഷൻ സോഴ്സ് ഓഫ് എനർജി, വേരിയസ് ടൈപ്സ് ഓഫ് പവർ ജനറേഷൻ തുടങ്ങിയ ടോപ്പിക്കുകളാണ് മൊഡ്യൂൾ 9 പവർ ജനറേഷനിൽ നിന്നും വരുന്നത്. ചെറിയ മൊഡ്യൂളുകളാണ് 9ഉം 10ഉം. 10ാമത്തെ മൊഡ്യൂൾ ട്രാൻസ്മിഷൻ ആണ്. ട്രാൻസ്മിഷന്റെ അകത്ത് ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷനും, കമ്പാരിസൺ ഓഫ് AC ആൻഡ് DC ട്രാൻസ്മിഷനും ഇത്രയും ടോപ്പിക്കുകളാണ് നിങ്ങളുടെ KSEB വർക്കർ പരീക്ഷയ്ക്ക് വരാൻ പോകുന്നത്. അപ്പൊ ഇത്രയും സിലബസ്, ഈ ഫുൾ സിലബസും കവർ ചെയ്തുകൊണ്ട് മാസ്റ്റർ കീ അക്കാഡമിയുടെ ക്ലാസ് ഓൺഗോയിങ് ആണ്. നിങ്ങൾക്കിപ്പോൾ ഇതുവരെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ലാത്തവർക്ക് ഇതാ ഒരു സുവർണ അവസരം കൂടെ വന്നെത്തിച്ചേർന്നിരിക്കുകയാണ്. വെറും 2499 രൂപയ്ക്ക് ക്രാഷ് ബാച്ച് മാസ്റ്റർ കീ അക്കാഡമിയിൽ ആരംഭിക്കാൻ പോവുകയാണ്. ജൂൺ 28 ഞായറാഴ്ച മുതലാണ് ഞങ്ങൾ ഈ ക്രാഷ് ബാച്ച് ആരംഭിക്കാൻ പോകുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യൂ, ഞങ്ങളുടെ ഏറ്റവും പുതിയ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, കൃത്യമായിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ട് ഉള്ള രീതിയിലുള്ള ക്ലാസ്സുകളാണ് മാസ്റ്റർ കീ അക്കാഡമി പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഞങ്ങളുടെ ഓൺഗോയിങ് ആയിട്ടുള്ള ബാച്ചിന്റെ ഫുൾ സിലബസും കവറായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ക്രാഷ് ബാച്ചിലേക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഞങ്ങളുടെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യുക. കൃത്യമായിട്ട് 3 മാസം കൊണ്ട് നിങ്ങൾക്ക് എന്താവാം? KSEB വർക്കർ ആവാം. ഇത് മാസ്റ്റർ കീ അക്കാഡമിയുടെ ഉറപ്പാണ്. അടുത്ത വർഷം ജനുവരിയിൽ ജോലിയിൽ മാസ്റ്റർ കീ അക്കാഡമിയിൽ നിന്നുള്ള കുട്ടികൾ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. അപ്പം നിങ്ങൾ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ, ഞങ്ങളുടെ ഏറ്റവും പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യൂ. ബൈ.